കൊച്ചിയിൽ അനാശാസ്യ കേന്ദ്രം നടത്തിപ്പിലെ പോലീസ് പങ്കിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചു പോലീസ്. അറസ്റ്റിലായ പോലീസുകാരുടെ സ്വത്ത് വിവരങ്ങൾ അന്വേഷിക്കും. നഗരത്തിലെ മറ്റു സ്പാകളുമായി ഇവർക്ക് ബന്ധമുണ്ടോ എന്നും പരിശോധിക്കും. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേർന്നു. വിഷ്ണു, ഗുഡ് മോർണിംഗ്, ഹാപ്പി ക്രിസ്മസ്. അത് മഞ്ഞുമലയുടെ ഗംഭീര ഷർട്ട് വിഷ്ണു, അത് ഇപ്പോൾ വിഷ്ണു പറഞ്ഞു വന്ന വാർത്ത ഒരു അന്വേഷിച്ച് താഴേക്കിറങ്ങിയാൽ ഒരു മഞ്ഞുമലയുടെ അറ്റം എന്ന് കരുതേണ്ടി വരുമോ? ഹാഷ്മി, ഹാപ്പി ക്രിസ്മസ്. ഇത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവമാണ്. വിശദമായ ഒരു അന്വേഷണം കൊച്ചി സിറ്റി പോലീസ് ആരംഭിച്ചിരിക്കുന്നു. ASIമാരായ TK രമേശൻ, അതോടൊപ്പം തന്നെ ബ്രിജേഷ് ലാൽ, ഇവരെയാണ് ഇന്നലെ അറസ്റ്റ് ചെയ്തത്. അനാശാസ്യ കേന്ദ്രത്തിൽ പങ്കുണ്ട് എന്ന് പ്രാഥമികമായി കണ്ടെത്തി. ഇനി ഇവരുടെ പങ്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള സ്പാകളിലേക്ക് പോയിട്ടുണ്ടോ എന്നുള്ളതാണ് പോലീസ് അന്വേഷിക്കുന്നത്. ഇന്നലെ തന്നെ ഈ രമേശന്റെ ബാങ്ക് ഇടപാടുകൾ പരിശോധിപ്പിച്ചപ്പോൾ ഏകദേശം 9 ലക്ഷം രൂപയാണ് ഈ അനാശാസ്യ കേന്ദ്രത്തിൽ നിന്ന്, അവിടുത്തെ നടത്തിപ്പുകാരിൽ നിന്ന് ഇയാളുടെ അക്കൗണ്ടിലേക്ക് എത്തിയത്. അതായത് സാമ്പത്തികമായ സഹായവും അതോടൊപ്പം തന്നെ സംരക്ഷണവും ഒരുക്കിയാണ് ഇവർ ഈ നടത്തിപ്പ് കേന്ദ്രങ്ങൾക്ക് ഒത്താശ ചെയ്ത് നൽകിയിരുന്നത്. ഒക്ടോബറിൽ നടത്തിയ ഒരു റെയ്ഡുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന ചെന്നെത്തിയതാണ് ഈ പോലീസുകാരിലേക്ക്. മഞ്ഞുമലയുടെ ഒരു അറ്റം എന്ന് നമുക്ക് നിലവിൽ പറയാനാകും. കാരണം അതുമായി ബന്ധപ്പെട്ട് ചില തെളിവുകളൊക്കെ പോലീസിന്റെ പക്കൽ ലഭിച്ചിട്ടുണ്ട്. ഇനി വിശദമായി അന്വേഷിച്ച് ഇവരുടെ സ്വത്ത് വിവരങ്ങളൊക്കെ പരിശോധിച്ചായിരിക്കും കൂടുതൽ നടപടിയിലേക്ക് പോവുക. ഈ 2 ഉദ്യോഗസ്ഥർക്കെതിരെയും സസ്പെൻഷൻ നിലവിൽ ഏകദേശം നടപടിയായിട്ടുണ്ട്. 2 ദിവസത്തിനകം തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ഓർഡർ പുറത്തിറങ്ങും. ഏതെങ്കിലും തരത്തിൽ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇത്തരത്തിലുള്ള ഇടപാടുകളുമായി ബന്ധമുണ്ടോ എന്നും വിശദമായൊരു അന്വേഷണം നടക്കുന്നുണ്ട്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കൊച്ചി സിറ്റി പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടുണ്ടാക്കുന്ന സംഭവമാണ്. ഇത്തരം അനാശാസ്യ കേന്ദ്രങ്ങൾക്കെതിരെ നടപടിയെടുക്കേണ്ട 2 പോലീസ് ഉദ്യോഗസ്ഥർ അതിന് ഒത്താശ ചെയ്ത് അതിന്റെ നടത്തിപ്പുകാരായി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം. സേനക്ക് തന്നെ ആകെ നാണക്കേടായ സംഭവമാണ് ഹാഷ്മി. ഓക്കെ, വിഷ്ണു സുരേഷാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ഈ അനാശാസ്യത്തിലെ പങ്കുപണം കിട്ടിയിട്ടുണ്ടോ പോലീസുകാർക്ക് എന്നതാണ് അന്വേഷണം. അത് ഒരുപാട് പേരിലേക്കൊക്കെ എത്തുമോ എന്നൊക്കെ അന്വേഷണം തെളിയട്ടെ.